എവിടേക്കാണ് രാവിലെ പോകുന്നതല്ലേ? ആ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. ഞാൻ വലിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ ഉറപ്പായിട്ട് കാണിച്ചു തരാം. നമ്മുടെ കോഴിക്കോട് ഇൻ്റർനാഷണൽ എയർപോർട്ട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. തൊട്ടടുത്ത് പറഞ്ഞാൽ ഒരു 10 കിലോമീറ്ററിനുള്ളിലാട്ടോ വരുന്നത്. പക്ഷേ എനിക്ക് ഇതുവരെ അവിടെ പോകാനോ ഫ്ലൈറ്റ് കയറാനുള്ളൊരു അവസരം ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയാണ്. നമ്മൾ അടുത്തുള്ള സ്ഥലം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ കുറച്ച് സമയം എടുക്കുമല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് എവിടേക്കാണ് പോകുന്നത് വെച്ചാൽ നമ്മൾ ബാംഗ്ലൂരേക്ക് പോവുകയാണ് കേട്ടോ. ബാംഗ്ലൂർ ലൈഫ് എന്താ എങ്ങനെയാണ് അതൊക്കെ ഒന്ന് പോയി കണ്ടു വരാമെന്നുള്ളൊരു പ്ലാനായിരുന്നു കേട്ടോ. നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഹൈറ്റ് കുറച്ച് പേടിയായിരുന്നു. അതായിരുന്നു ഈ ഫ്ലൈറ്റ് കയറാനും ഇത്രത്തോളം സമയമൊക്കെ എടുത്തത് കേട്ടോ. എയർപോർട്ടും കാര്യങ്ങളൊക്കെ കണ്ടു. എനിക്ക് ഒരു വലിയ റെയിൽവേ സ്റ്റേഷൻ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ കോഴിക്കോട് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ വെച്ചു ബാംഗ്ലൂരൊക്കെ ഇന്ന് ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സീറ്റ് ഫുൾ കാലിയായിരുന്നു. പിന്നെ ഈ ഒരു സാധനം കണ്ടിട്ടോ, വെള്ളമൊക്കെ കുടിക്കാനുള്ള ഒരു സാധനം അടിപൊളിയായിട്ട് തോന്നി. ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നതുകൊണ്ടായിരിക്കാം. പിന്നെ നമ്മൾ നേരെ ഇതിലൂടെ എന്താ ടെർമിനലിലാണോ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. നേരെ ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോയിട്ട് നമ്മൾ സിനിമയിൽ മാത്രമേ ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എനിക്ക്. സത്യം പറയാമല്ലോ, നമ്മൾ ആദ്യമായിട്ട് കയറുന്നതുകൊണ്ടായിരിക്കാം. നമ്മൾ നേരെ കയറി നമുക്ക് അതല്ല രസം. നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റിൽ നമുക്ക് സൈഡ് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ ബുക്ക് ചെയ്തൊന്നുമല്ല, ഫ്രീ ആയിട്ട് കിട്ടിയത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു നീ വീഡിയോ ഒക്കെ എടുത്തോ എന്ന് പറഞ്ഞിട്ട് തന്നാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ എയർ ഇന്ത്യയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ ടാറ്റ എംപ്ലോയി ആയതുകൊണ്ടല്ല, എയർ ഇന്ത്യ ആയിരുന്നു രാവിലെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എയർ ഇന്ത്യയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ടൈം കാരണം തന്നെ എനിക്ക് വേറെ ഫ്ലൈറ്റിനെ കുറിച്ച് അറിയാത്തതുകൊണ്ട് അത്യാവശ്യം നല്ല ഒരു ഫ്ലൈറ്റ് ആയിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ കാറ്റഗറിയിലുള്ള സാധനം കേട്ടോ. കുറച്ച് ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വായിച്ചു. പിന്നെ റിവേഴ്സ് എടുക്കാൻ പോയി. അപ്പോഴാണ് എനിക്ക് ചെറിയൊരു കാണലും കാര്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ പേടിക്കാനൊന്നുമില്ല, പക്ഷേ എന്നാലും എന്താണെന്ന് അറിയില്ലല്ലോ. ഇവിടെ നിന്നല്ലേ അന്ന് ഞാൻ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ എയർപോർട്ട്, അതും എയർ ഇന്ത്യ എക്സ്പ്രസ് അന്ന് ഇതേപോലെ അപകടത്തിൽ പെട്ടതൊക്കെ നമ്മൾ ഓർമ്മയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പീരീഡൊക്കെ എത്തിയപ്പോൾ എന്താണ് പറയുക, ഒരു ആക്സലേഷൻ കൂടുന്ന ആ പീരീഡൊക്കെ എത്തിയപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ബാക്കിൽ നിന്നൊരു ഉൾവലിവും കാലിലൊരു മസിൽ കയറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വല്ലാത്ത ഒച്ചയൊക്കെ ആയിരുന്നു സൈഡിൽ നിന്ന്. പിന്നെ പെട്ടെന്ന് മേലേക്ക് എത്തി. പിന്നെ ഞാൻ കുറേ നോക്കി എൻ്റെ വീടിൻ്റെ മേലെ കൂടെയൊക്കെയാണ് ഫ്ലൈറ്റൊക്കെ പോകുക. കുറേ താഴേക്കൊക്കെ നോക്കി എന്ത് കാണാൻ, വലിയ കുട്ടി 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 സാധനങ്ങൾ കാണുന്നത്. ആകെ എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരേക്ക് 300 കിലോമീറ്റർ എന്തോ ആണ് നമുക്ക് വീട്ടിൽ നിന്ന് ബൈ റോഡ് ഉള്ളത്. അതാകെ ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് മാത്രമേ ഫ്ലൈയിങ് ടൈം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഈ ഫ്ലൈറ്റ് ഇറക്കാനും ലാൻഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ബാംഗ്ലൂർ എയർപോർട്ട് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് കാലിക്കറ്റ് എയർപോർട്ട് ഒന്നൊന്നുമല്ല എന്നുള്ളത്. എത്രമാത്രം വലുതാണ്, എത്രമാത്രം ഫ്ലൈറ്റാണ് അവിടെ നിർത്തിയിട്ടിരിക്കുന്നതെന്ന് അപ്പം മനസ്സിലായിരുന്നു. പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോഴാണ് അതിൻ്റെ ഒരു, അപ്പോൾ ഇത് വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. അടുത്ത വീഡിയോയിൽ ബാംഗ്ലൂരേക്ക് എങ്ങനെ പോകാമെന്ന് പറഞ്ഞുതരാം കേട്ടോ, ബസ്സിലൊക്കെ.